സോ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഈ ഫംഗ്ഷന് രണ്ട് ഇൻപുട്ടാണുള്ളത്. ഒന്നൊരു ലിസ്റ്റ് എൽ, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, പിന്നെ ഒന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ഡിനോട്ടഡ് ബൈ പി. സൈസ് ഓഫ് എൽ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പി. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് എല്ലിൽ നിന്ന് ഒരു പി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുക്കണം, such that where the difference between the maximum value and the minimum value in selected elements is minimum compared to other differences in possible subset of p elements. Suppose ഈ ലിസ്റ്റിൽ ഒരു 6 എലമെൻ്റ് ഉണ്ട് എന്ന് വയ്ക്കാം. there are 6 elements in this list. അതിൽ നിന്ന് നമ്മുടെ പി എന്ന് തന്നിരിക്കുന്നത് 3 ആണെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ we have to take 3 different elements. നമുക്കറിയാം 6 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 3 എലമെൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് 2 എലമെൻ്റ് എടുത്ത് അവസാനത്തെ ഒരു എലമെൻ്റ് എടുക്കാം. അങ്ങനെ there are 6 choose 3 ways to take 3 different elements from given list of 6 elements. നമ്മുടെ ടാർഗറ്റ് ലിസ്റ്റിന് ഉണ്ടാവേണ്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് the maximum value minus the minimum value in the selected elements is minimum compared to other differences in possible subset of p elements. വേറെ 3 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുത്ത് അതിലെ മാക്സിമം മൈനസ് മിനിമം വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ എടുത്തിരിക്കുന്ന 3 സെലക്റ്റഡ് എലമെൻറ്റ്സ്. സോ നമ്മൾ അതിനായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്ന അപ്രോച്ച്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ചാണ്. ഇത് ലീഡ് കോഡിലായാലും DSA പ്രോബ്ലംസിലായാലും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അറേ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. നമ്മൾക്ക് വേണ്ട സെലക്റ്റഡ് ഐറ്റംസ് എടുക്കാനായിട്ട് നമ്മളൊരു വിൻഡോ, നമുക്ക് തന്നിരിക്കുന്ന ഈ പി വാല്യൂവിൻ്റെ അക്കോർഡിംഗിലായിരിക്കും നമ്മൾ വാല്യൂസ് ടേക്ക് ചെയ്യുക. സോ വി വിൽ ബി ടേക്കിംഗ് എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് പി. ഈ പിയുടെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ 2 എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. പിയുടെ വാല്യൂ 3 ആണെങ്കിൽ 3 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. പിയുടെ വാല്യൂ 4 ആണെങ്കിൽ 4 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ചിൽ നമ്മൾ എടുക്കേണ്ട എലമെൻറ്റ്സിൻ്റെ എണ്ണം പി ആണ്. പി ലെങ്ത്തുള്ള ഒരു വിൻഡോ നമ്മൾ കീപ്പ് ചെയ്യും. ആ വിൻഡോ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകും. സോ സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ചിൽ നമ്മളൊരു വിൻഡോ വിത്ത് എ ഫിക്സ്ഡ് സൈസ് നമ്മൾ കീപ്പ് ചെയ്യും. ആ വിൻഡോ സ്ലൈഡ് ചെയ്ത് നമ്മുടെ ലിസ്റ്റിൻ്റെ അവസാനം വരെ കൊണ്ടെത്തിക്കും. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട സെലക്റ്റഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സച്ച് ദാറ്റ് ഇസ് മാക്സിമം മൈനസ് മിനിമം വാല്യൂ ഈസ് മിനിമം കമ്പയർ ടു അതർ പി എലമെൻറ്റ്സ്. അങ്ങനെ ഒരു വിൻഡോ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഓൾറെഡി ഫുൾ ഐട്രേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഏറ്റവും മിനിമം വാല്യൂ എന്താണോ ആ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഇതാണ് സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് എടുക്കേണ്ടത് ലിസ്റ്റല്ല, ആ ലിസ്റ്റിൽ വരുന്ന എസ് വാല്യൂ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം 3, 4, 7, 9, 9. ഇത് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത 5 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അതേപോലെ തന്നെ 7, 9, 9, 12, 13. ഇതിൻ്റെ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 9 - 3 = 6. ഇതിൻ്റെ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എന്ന് പറയുന്നതും 6 ആണ്. സോ ഈ രണ്ട് ലിസ്റ്റിലും എസ് വാല്യൂ സെയിം ആണ്. നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എസ് വാല്യൂ മാത്രമാണ്. സോ അതിനുള്ളൊരു പൈത്തൺ കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഫുൾ പ്രോഗ്രാം ഇല്ല. ഇതിലെ ആ ലൂപ്പ് പാർട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആ ലൂപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം. ഈ ലൂപ്പിൻ്റെ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ടത് ഒരു വിൻഡോ ഓഫ് പി ആണ്. പി നമ്പർ ഓഫ് എലമെൻറ്റ്സ് അത്രയാണ് നമ്മുടെ വിൻഡോയുടെ ലെങ്ത്. അപ്പോൾ പി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യണം. നമ്മൾ ഐ വെച്ചാണ്, അല്ലെങ്കിൽ റേഞ്ച് കൊടുത്തിട്ടാണ് ഐട്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് എൽ മൈനസ് പി പ്ലസ് 1. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഫുൾ ഐട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് പി ലെങ്ത്തിലുള്ള വിൻഡോ ആണ്. ഇൻഡെക്സിങ് കൊടുത്തു കഴിഞ്ഞാൽ 0, 1, അങ്ങനെ ഈ അവസാനത്തെ ഇൻഡെക്സ് P-1. അപ്പോൾ പി ലെങ്ത് ഉള്ളൊരു വിൻഡോ ആണ്. ഈ പി ലെങ്ത് ഉള്ള വിൻഡോ അവസാനം വരുമ്പോൾ എന്ന് പറയുന്നത് അവസാനത്തെ എലമെൻറ്റിനെ കവർ ചെയ്യണം. സോ അവസാനത്തെ വിൻഡോ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ pth വാല്യൂ is mapped to nth value, P-1th value is mapped to n-1, P-2 is mapped to n-2, P-3 to n-3. ആൻഡ് അവസാനത്തെ ഈ ഫസ്റ്റ് വാല്യൂ നമ്മുടെ പീൻ്റെ ടൈംസിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ P-1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. P-P+1 = 1. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ P-1 വരും n-1. മൈനസ് ഇവിടെ എന്ത് വന്നോ അത് തന്നെ n-, ഇവിടെ -0 വന്നുകൊണ്ട് n-0, ഇവിടെ -1 വന്നുകൊണ്ട് n-1, ഇവിടെ -2 വന്നുകൊണ്ട് n-2, ഇവിടെ -3 വന്നുകൊണ്ട് n-3. അപ്പോൾ ഇവിടെ P-P-1 വന്നുകൊണ്ട് n-P-1, അതായത് n-P+1. അപ്പോൾ ഇൻഡെക്സിങ് ഇതെങ്ങനെ വരും നമുക്കറിയാം. ഇവിടെ n ആയിരുന്നപ്പോൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് n-1 ആണ്. സോ നമുക്ക് നോക്കാം n-1 ഇവിടെ ഇൻഡെക്സിങ്, n-2 ആണ് ഇവിടുത്തെ ഇൻഡെക്സിങ്, n-3 ആണ് ഇവിടുത്തെ ഇൻഡെക്സിങ്, n-4 ആണ് ഇവിടുത്തെ ഇൻഡെക്സിങ്. അപ്പോൾ n-P-1 ആണ്, n-P+1 ആണ്, -1 കൂടിയായ n-P ആണ് ഇവിടുത്തെ ഇൻഡെക്സിങ്. സോ ഇതായിരിക്കും അവസാനത്തെ പി വിൻഡോൻ്റെ ഇൻഡെക്സിങ് ആണ് ഞാൻ മുകളിൽ കൊടുത്തേക്കുന്നത്. ഈ ഇൻഡെക്സിങ് ഇങ്ങനെയായിരിക്കും. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് എൽ -P+1 കൊടുക്കുന്നത്? ഈ ലെങ്ത് ഓഫ് എൽ എന്ന് പറയുന്നത് n ആണ്. n-P+1 എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്നത് ഈ അവസാനത്തെ പി വിൻഡോൻ്റെ ഫസ്റ്റ് വാല്യൂ വരെ മാത്രം പോയാൽ മതി. നമുക്കറിയാം ഫോർ ഐ ഇൻ റേഞ്ച് 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ എവിടെ വരെ പോകും? 8 വരെ പോകുള്ളൂ. റേഞ്ച് 10 ആണ് കൊടുക്കുന്നതെങ്കിൽ ഐ എവിടെ വരെ പോകും? 9 വരെ പോകുള്ളൂ. സോ റേഞ്ച് n-P+1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഐ എവിടെ വരെ പോകും? n-P വരെ പോകുള്ളൂ. ഈ പൊസിഷൻ വരെ ഐ വരുള്ളൂ. കാരണം നമ്മുടെ കോഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഐൻ്റെ വാല്യൂ എന്താണോ അതേ പ്ലസ്. സോ ഫസ്റ്റ് വാല്യൂ ഐ എടുക്കുന്നത് 0 ആണ്. 0 + P-1 മൈനസ് എൽ ഓഫ് ഐ. ഇതെന്ന് പറയുന്നത് എൽ ഓഫ് P-1 - എൽ ഓഫ് 0 എന്ന് പറയും. ഫസ്റ്റ് ഐ എടുക്കുന്നത് 0 ആണല്ലോ. അതായത് P-1 ഇൻഡെക്സ് എന്ന് പറയുന്നത് പീത്ത് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ ആണ്. ഫസ്റ്റ് പി വാല്യൂ, അതായത് ഫസ്റ്റ് വിൻഡോയിലെ പീത്ത് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ ആണ്. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഐ ഐട്രേറ്റ് ചെയ്യുന്നത് 0 to
n-p+1 എന്നുള്ള വാല്യൂ വരെയാണെന്നുള്ള കൺഫ്യൂഷൻ മാറി കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എപ്പോഴാണ് ഈ സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഞാനിവിടെ സ്പെസിഫൈ ചെയ്യാതൊരു കാര്യം, നമ്മുടെ ഈ ലിസ്റ്റ് ആദ്യം സോർട്ട് ചെയ്യണം. ഇത് സോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അപ്രോച്ച് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. സോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കിത് ചെയ്യാനേ കഴിയില്ല. ഫോൾട്ടി ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക, ഫോൾട്ടി സൊല്യൂഷൻസ് ആയിരിക്കും കിട്ടുക. സോ സോർട്ട് ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളൊരു സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച് എടുക്കുകയാണ്. ഇതൊരു സോർട്ട് ചെയ്യാത്തൊരു ലിസ്റ്റാണ്. ലിസ്റ്റിലെ ABCD എന്ന് പറയുന്ന ഒരു പ്ലേസ് ഹോൾഡേഴ്സ് ആണ്, ഇൻറ്റിജറോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ. അപ്പോൾ നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച് എടുക്കുകയാണ്. ഇവിടുത്തെ Pൻ്റെ വാല്യൂ 3 ആണ് അസ്യൂം ചെയ്യുക. i=2 നമ്മൾ ഐട്രേറ്റ് ആണ്, ഫോർ റേഞ്ച് കൊടുക്കുന്നു, ഐട്രേറ്റ് ആണ്. i0 എടുക്കുമ്പോൾ ഫസ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ABC ആണ്, അവിടുത്തെ എസ് വാല്യൂ എന്ന് പറയുന്നത് C-A ആണ്. i1 ആകുമ്പോൾ അടുത്ത വിൻഡോ, സെക്കൻഡ് വിൻഡോ BCD ആണ്, അവിടുത്തെ എസ് വാല്യൂ എന്ന് പറയുന്നത് D-A ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എയും ഡിയും ഒരുമിച്ച് നമ്മുടെ ഒരു വിൻഡോയിലും വരുന്നില്ല. ഈ എയും ഡിയും ഒരുമിച്ച് വരാത്തതുകൊണ്ട് തന്നെ ഈ D-A ആണോ മിനിമം അതോ C-A ആണോ മിനിമം എന്ന് നമുക്ക് പറയാനേ കഴിയില്ല. കാരണം ഇത് സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റ് അല്ല. അതേസമയം ഈ ലിസ്റ്റ് സോർട്ടഡ് ആണ് അസ്യൂം ചെയ്യുക. സോർട്ടഡ് ആണെങ്കിൽ എന്താണ്? A is less than or equal to B, B is less than or equal to C, C is less than or equal to D, D is less than or equal to E, E is less than or equal to F, F is less than or equal to G, A is less than or equal to B, which implies minus A is greater than or equal to minus B. Again നമുക്ക് ഈ ഇനിക്വാളിറ്റിയിലേക്ക് D ആഡ് ചെയ്യാം. സോ D minus A is greater than or equal to D minus B. ഇവിടെ D minus B is less than or equal to D minus A എന്നുള്ള റിസൾട്ടിലേക്ക് എത്തി. കാരണം ഇവിടെ A is less than or equal to B, which implies D minus B is less than or equal to D minus A. അപ്പോൾ ഒരു ലിസ്റ്റ് സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഈ വിൻഡോ സ്ലൈഡ് ചെയ്ത് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. സോ A is less than or equal to B നമുക്ക് അസ്യൂം ചെയ്യാം സോർട്ടഡ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ D minus B is less than or equal to D minus A എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എയും ഡിയും ഒരേ ലിസ്റ്റിൽ വരുന്നില്ല, കാരണം ഇതായിരിക്കും ഇവിടുത്തെ മിനിമം വാല്യൂ.